കായംകുളം എരുവ നളന്ദ കലാസാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ പി.എൻ. പണിക്കർ അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ലിഷ അനുപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം എരുവ നളന്ദ കലാസാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ പി.എൻ. പണിക്കർ അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടന്നു. നളന്ദ ഗ്രന്ഥശാല പ്രസിഡന്റ് ജി സദാശിവൻ അധ്യക്ഷനായി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ലിഷ അനുപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. 2017 മുതൽ നമ്മൾ ഈ വായനാചരണം ദേശീയ തലത്തിൽ ആചരിച്ചു വരികയാണ്. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി പിന്നീട് ഒരാഴ്ചയായി 1 മാസത്തോളവും നമ്മൾ വിവിധ പരിപാടികളോടുകൂടി സ്കൂളുകളിലും അതുപോലെ തന്നെ ഗ്രന്ഥശാലകളിലൊക്കെ വലിയ രീതിയിലുള്ള പരിപാടികൾ നടത്താറുണ്ട്. ഈ എല്ലാ വർഷവും നമ്മൾ നടത്തി പോകുന്ന ഈ വർഷവും നമ്മൾ വലിയ രീതിയിൽ പരിപാടികൾ നടത്തി. പക്ഷെ എനിക്ക് തോന്നി ഈ ഒരു വായനാ ദിനം ആ ഒരു ദിവസത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസത്തിലേക്ക് ചുരുങ്ങി പോകുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം അന്നൊരു ദിവസത്തിന് പ്രാധാന്യം അറിയിച്ചുകൊണ്ട് മാത്രം കുഞ്ഞുങ്ങളെ പരിപാടിയിൽ പങ്കെടുക്കുകയും പിന്നീട് വായനയുടെ ഒരു പ്രാധാന്യം കുട്ടികളിലേക്ക് വരാത്തൊരു സാഹചര്യമാണ് കണ്ടത്. കാരണം നമ്മുടെ ഇന്നത്തെ തലമുറയിലെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും വായന കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കയ്യിൽ കിട്ടുന്ന പുസ്തകങ്ങൾ പോലും അവരുടെ പുസ്തകങ്ങൾ പാഠപുസ്തകങ്ങൾ പോലും കൃത്യമായിട്ട് വായിക്കുന്ന കുഞ്ഞുങ്ങളില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാനൊരു അധ്യാപികയാണ്. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ ട്യൂഷൻ എടുത്തു കൊടുത്തായിരുന്നു. മിക്കവാറും പാരൻസൊക്കെ വന്ന് പറയുന്ന ഒരു പരിപാടി കുട്ടികൾ അവരുടെ പുസ്തകങ്ങൾ പോലും മര്യാദയ്ക്ക് വായിക്കുന്നില്ല എന്നുള്ള രീതിയാണ്. നമ്മൾ കടന്നു പോകുന്ന ഒരു കാലഘട്ടം അത്രയും സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഡിജിറ്റൽ കാലഘട്ടമാണ്. ഇന്നുകളുടെ കുഞ്ഞുങ്ങളുടെ സമയം കൂടുതലും സോഷ്യൽ മീഡിയ പോലെയുള്ള ഇൻസ്റ്റഗ്രാം അതുപോലെയുള്ളതിലേക്ക് കുരുങ്ങിക്കിടക്കുകയാണ്. അവരുടെ സമയം മൊത്തം ഈ സമൂഹ മാധ്യമങ്ങൾ എടുത്തിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ആ വായനയുടെ ലേഖത്തേക്ക് എത്തി നോക്കാൻ പോലും ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. 10,000-ഓളം വായനശാലയുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പം നമ്മുടെ താലൂക്കിൽ തന്നെ 84 വായനശാല. ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുക. അതിൻ്റെ ഭാഗമായിട്ട് വായനശാലയോട് പറഞ്ഞു നമ്മുടെ ജില്ലയ്ക്ക് 1ാം സ്ഥാനം കിട്ടണം, നമ്മുടെ താലൂക്കിന് 1ാം സ്ഥാനം കിട്ടണം. കൊണ്ട് താലൂക്ക് കമ്മിറ്റിയൊക്കെ വിളിച്ചു കൂട്ടി അവിടെ ലൈബ്രറിമാർക്ക് ക്ലാസ് കൊടുക്കാമെന്ന് പറഞ്ഞു. 84 പേരുണ്ട്. ഗ്രാൻഡ് കൊടുക്കാനാണെങ്കിൽ വാങ്ങിക്കാനാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ അവരെല്ലാവരും കൂടെ വന്നത്. പക്ഷേ 54 പേരാണ് വന്നത്. വീണ്ടും അവരെ അമ്പി സാറ് ഞങ്ങൾ അവിടെ വിളിച്ച് ഉപദേശിച്ചു വരണേ എന്ന് പറഞ്ഞു. പിന്നെ അവർ മാവേലിക്കരെ വന്നു 10-15 പേര്. വീണ്ടും നിൽക്കുക 7 പേര്. നമ്മുടെ ഈ പ്രദേശത്തുള്ള വായനശാലകൾ വരെ നിൽക്കുക വരാതെ. നമ്മുടെ ഈ നളന്ദയുടെ പ്രദേശത്തുള്ള വായനശാലകൾ പോലും ലൈബ്രറിമാരോ ആരോ സെക്രട്ടറി ആരെങ്കിലും വന്നാൽ മതി എന്ന് പറയും. വേണ്ട, ലൈബ്രറിയുടെ സെക്രട്ടറിയുടെ ആരെങ്കിലും ബന്ധുവിനെ വിട്ടാൽ മതി എന്ന് പറയും. ഇതിനാ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം, കുസൃതി കൊട്ടാരം ക്യാമ്പ് റിപ്പോർട്ട് തയ്യാറാക്കിയ കുട്ടികൾക്കുള്ള അനുമോദനം എന്നിവ ചടങ്ങിൽ നടന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം KK അനിൽകുമാർ പി.എൻ. പണിക്കർ അനുസ്മരണം നടത്തി. വാർഡ് മെമ്പർമാരായ ദീപക് കരുവ, ഐശ്വര്യ ഗോപിനാഥ്, ഗ്രന്ഥശാല സെക്രട്ടറി പ്രഭാഷ് പാലാഴി, S. അജയകുമാർ, പ്രദീപ് അച്ചൂസ്, ജെസി കെ ജോസ്, പത്യൂർ വിഷൻ, ശശികുമാരൻ പിള്ള, രൂപേഷ് പി, ബിജു KG, രാജേഷ് CR, സേതു ബിജു, ഭാഗ്യലക്ഷ്മി, അശ്വിൻ ബിജു എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.